ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ദസ്നി. നമ്മളിന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമുക്കിന്ന് കൊയിലാണ്ടി വെച്ചിട്ടൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 9 o'clock ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ റോഡ് പണിയും പാലം പണിയൊക്കെ കാരണം അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഫങ്ഷനുള്ള വീട്ടിലെത്തി. അവർ നമുക്ക് ബേക്കറീസും ജ്യൂസൊക്കെ തന്നിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ അവർ ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റി ബിരിയാണി നമ്മൾ കഴിച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ ബീച്ചുള്ളത്. അങ്ങനത്തെ നമ്മൾ ആ ബീച്ചിൻ്റെ ആ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോയി ബീച്ചൊക്കെ ഒന്ന് ആസ്വദിച്ച് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്താ, അവർക്ക് ബീച്ചിൽ ഇറങ്ങാനും കളിക്കാനൊക്കെ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവർ നിൽക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ബീച്ച് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ മീൻ പിടിക്കുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് മുമ്പായിട്ടൊരു അതിഥി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ഉടുമ്പാണ് കേട്ടോ. അവിടെ ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കടലിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നതിന് മുമ്പ് ആളവിടെ അപ്പോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്നും സീനല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കണ്ടപ്പോൾ അത് തിരിച്ച് റിട്ടേൺ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുട്ടികളൊക്കെ നന്നായിട്ട് ബീച്ചിൽ കളിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊന്ന് ഫ്രഷപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് നമ്മളെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം റോഡ് പണിയൊക്കെ നടക്കുന്ന ഒരു പാലം പണിയും റോഡ് പണിയൊക്കെ നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. JCB ആയിട്ടും ക്രെയിനായിട്ടും കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ. അങ്ങനെ അവരൊക്കെ അത് കണ്ട് ആസ്വദിച്ച് ആ ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് നേരമൊക്കെ നിന്ന് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് നമ്മൾ ജ്യൂസും ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. അപ്പോൾ അത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.